നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിവാഹ രേഖകളെ കുറിച്ചാണ് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കയ്യിലെ രേഖകൾ നിങ്ങളുടെ വിവാഹ സാധ്യതകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. കയ്യിലെ ചില രേഖകൾ വിവാഹത്തിന് നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുകയും ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിരലുണ്ടല്ലോ, അതിന് താഴെയുള്ള സമാന്തര രേഖയാണ് നമ്മൾ വിവാഹ രേഖ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കൈനോട്ടം ഉപയോഗിച്ചു ഒരു വ്യക്തിയുടെ വിവാഹ സാധ്യതകളും അല്ലെങ്കിൽ വൈവാഹിക നിലയൊക്കെ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. കയ്യിലെ രേഖകൾ സമ്പത്ത്, പ്രായം, താല്പര്യം, തൊഴില്, ബന്ധങ്ങൾ തുടങ്ങിയ ജീവിതത്തിലെ വിവിധ വശങ്ങളെയാണ് പ്രതിഫലിക്കുന്നത്. ഇപ്പൊ വിവാഹം വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാന ഘടകമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനാൽ നമ്മുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആളുകൾ എപ്പോഴും ജിജ്ഞാസയാണ് പ്രകടിപ്പിക്കാറ്. ഇപ്പൊ വിവാഹശേഷവും ജീവിതം എങ്ങനെയായിരിക്കുമെന്നും പലർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ജാതകം ഇതിന് കൂടുതൽ സൂചന നൽകുന്നുണ്ട്. പക്ഷെ എന്നാലും ഹസ്തരേഖാശാസ്ത്രം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വിവാഹ രേഖ വിവാഹത്തിന്റെ സമയവും ഗുണനിലവാരവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദാമ്പത്യത്തിന്റെ സ്ഥിരതയും കൂടാതെ ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ശുക്രന്റെയും ചന്ദ്രന്റെയും പർവ്വതങ്ങളായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൈപ്പത്തിക്കുമേല് ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥാനം അല്ലെങ്കിൽ വലിപ്പം, നിറ എന്നിവയൊക്കെ വിവാഹത്തെ പ്രവചിക്കാനും ദാമ്പത്യത്തിലെ ഗുണനിലവാരമൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇവ സ്നേഹം, ആകർഷണം, അതുപോലെ തന്നെ വികാരങ്ങൾ, ദാമ്പത്യ ഐക്യം എന്നിവയൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. വ്യാഴപർവ്വതം, ഇപ്പോൾ ഇതിൻ്റെ ആകൃതിയും അടയാളങ്ങളൊക്കെ വിവാഹത്തിൻ്റെ സ്വഭാവത്തെയും ഇണയുടെ വ്യക്തിത്വത്തെയും ഒക്കെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് നോക്കുകയാണെങ്കിൽ പ്രണയ വിവാഹങ്ങളുടെ കാര്യത്തിൽ ഈ പർവ്വതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.